അക്ഷരനിധിയിൽ നിന്നും നാം അറിവിൻ മുത്തുകൾ വാരേണം. പുസ്തകമെന്നൊരു ചങ്ങാതി ഉത്തമനായൊരു വഴി കാട്ടി. പുസ്തകമെന്നൊരു ചങ്ങാതി ഉത്തമനായൊരു വഴി കാട്ടി. അറിയുക നമ്മൾ ലോകത്തെ വായന എന്നൊരു കർമ്മത്താൽ വായിച്ചങ്ങനെ വളരേണം. നേടണമെന്നും വിജ്ഞാനം വായിച്ചങ്ങനെ വളരേണം. നേടണമെന്നും വിജ്ഞാനം. ചിരഞ്ജീവിയായ അവതാരം. ഈ ചിരഞ്ജീവിയാവുന്നത് എങ്ങനെയെന്ന് പറയുന്നത് രണ്ടു മൂന്ന് യുഗങ്ങളുണ്ടല്ലോ. നമ്മൾക്ക് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള യുഗങ്ങൾ എന്നതിന്റെ സൂചന അതിലൂടെ അദ്ദേഹം നൽകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെയാണ്. അതിനുവേണ്ടി മതപുരോഹിതന്മാരെ നിരന്തരമായി അവർ ഉപയോഗിച്ചുകൊണ്ട് മതത്തിന്റെ ആശയങ്ങൾക്ക് ഒരു സ്ഥാനമില്ല. ആദ്യഘട്ടത്തിൽ ശിവാജിയുമായുള്ള ബന്ധം നമുക്കറിയാം. ശിവാജി അവരുടെ ആചാര്യനായിട്ടാണ് കാണുന്നത്. അവരും ശിവാജിയായിട്ട് നല്ല ബന്ധത്തിലായിരുന്നില്ല. ശിവാജി പറ്റിച്ചവരാണ് അവർ. ശിവാജിയുടെ കൂടെ ഒരു ദലിത് യോഗം ഉണ്ടായിരുന്നു. അവരെ അങ്ങേയറ്റം ഇവർ ദ്രോഹിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നീട് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് കാര്യങ്ങൾ. ഇവിടെ നമ്മൾ കേൾക്കുന്നത് നമ്മൾ കേട്ട് ശീലിച്ച കാര്യങ്ങളല്ല വായിക്കുന്നത്, അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ ബ്രിട്ടീഷുകാർ ശരിക്കും ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ വരികളിലൂടെ നമുക്ക് വായിച്ചാൽ ഇതിന്റെ സൃഷ്ടിപ്പിൽ ബ്രിട്ടീഷുകാർക്ക് വന്നിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയേക്കാം ശരിക്കും ചെയ്താൽ. പക്ഷെ അപ്പോൾ ബ്രിട്ടീഷുകാർ വിശ്വസിക്കുന്നില്ല. അത് ഈ 50 ലേഖനത്തിൽ വേറെ ലേഖനത്തിൽ പറയുന്നു. ബ്രിട്ടീഷുകാർ വിശ്വസിക്കുന്നില്ല. ബ്രിട്ടീഷുകാരെ സ്വാതന്ത്ര്യം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അതുവരെ ഇവരായിട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പറയാൻ തുടങ്ങിയാൽ ഞാൻ നിന്നിട്ട് ഈ 3 ദിവസം പറഞ്ഞു. അതിന് മാത്രം സാധനങ്ങളില്ല. അതൊക്കെ നമ്മൾ ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളാണ്. നമ്മൾ നിറച്ചു പോകുന്നത്. ആ രീതിയിൽ ഒന്നുകൂടെ പറയണം, ഈ പുസ്തകം വായിക്കണം. ഇത് രവീന്ദ്രന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ്. അത് നമ്മുടെയും രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ മാറ്റണം. നമുക്ക് ഒരു കാര്യം പറയാം. നാട് മലയാളത്തിൽ പറഞ്ഞാൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. രവീന്ദ്രന് ഒരുപാട് നഷ്ടപ്പെടാൻ ഇത് ശ്രദ്ധിക്കപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ ആ രീതിയിൽ ഇദ്ദേഹത്തെ ഇത് കൈകാര്യം ചെയ്യാൻ നമുക്ക് ഉദ്ദേശിച്ചത് അത് ആർക്കു വേണ്ടിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മുടെ നാട്ടിന്റെ ഭാവിയെ കുറിച്ച് നിർണായകമായ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുവാനും അതിന് ഉത്തരം കണ്ടെത്തുവാനുള്ള അന്വേഷണത്തിന്റെ ഫലമാണ് ഈ പുസ്തകം. ഹിന്ദുത്വ എന്ന ഓമന പേരിൽ വിളിക്കപ്പെടുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ യഥാർത്ഥ ഉള്ളുകളികളെ കുറിച്ച് രവീന്ദ്രൻ വായനക്കാരെ പഠിപ്പിക്കുന്നു. കേവലമായ അറിയലുകൾക്കപ്പുറം അനിവാര്യമായി ഉണ്ടാകേണ്ടുന്ന ജാഗ്രതപ്പെടുത്തലുകളാണ് ഈ പുസ്തകം. എന്തുകൊണ്ട് തനിമ ഈ പുസ്തകം ചർച്ചയ്ക്കെടുത്തു? എന്തുകൊണ്ട് ഞങ്ങൾ ഇനിയും സമഗ്രമായ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടാണ് രവീന്ദ്രൻ ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വധത്തിലൂടെ രാജ്യത്ത് ഫാസിസം കടന്നു വരികയില്ല. അതിനു മുമ്പ് സൈലൻ്റായി വർക്ക് ചെയ്തിരുന്ന ഈ ഫാസിസം വിവിധ തുറകളിലൂടെ കടന്നു വരികയും അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിനെതിരെ എന്നുള്ള വികാരത്തെ മറപിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നമ്മൾ പ്രതീക്ഷ അർപ്പിച്ച എല്ലാ നേതാക്കന്മാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഫാസിസത്തിന് കടന്നു വരാൻ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ രവീന്ദ്രൻ്റെ പുസ്തകം ഒന്ന് കണ്ണോടിക്കുമ്പോൾ പല അന്തർധാരകളും നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇങ്ങനെ ഒരു പുസ്തകമില്ല രവീന്ദ്രനെ പ്രേരിപ്പിച്ച ചെയ്തൊരുക്കാരൻ എന്നാണെങ്കിൽ പോലും തീർച്ചയായും ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ നിങ്ങൾ എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ഞാനൊരു ബിഗ് സല്യൂട്ട് നൽകാൻ ആഗ്രഹിക്കുകയാണ്. കാരണം
വലിയ ധൈര്യപൂർവ്വമാണ് രവീന്ദ്രൻ ആ ദൗത്യം പൂർത്തീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ പുസ്തകം ചർച്ച ചെയ്ത് കൊടുക്കാൻ വേണ്ടി സമയം പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത് സംസാരിക്കാൻ വേണ്ടി എന്നെ പോലെയുള്ള പുസ്തക സ്നേഹികൾ നമ്മൾ ഓരോരുത്തരും വീട്ടിൽ പുസ്തകങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ സ്ഥലമുണ്ടാകുമ്പോൾ വായിക്കുക. അതുപോലെ തന്നെ നമുക്ക് ലൈബ്രറികളിലേക്ക് പത്രങ്ങളൊന്നും വായിക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ വീട്ടിലേക്ക് പത്രങ്ങൾ വരുന്നു. അപ്പൊ നമ്മുടെ പുസ്തകങ്ങൾ വായിക്കുക. അത് ലൈബ്രറിയിലായാലും ശരി, എവിടെ നിന്നായാലും ശരി, വായനയും പുസ്തക പ്രസിദ്ധീകരണങ്ങളും ചർച്ചകളും നമ്മുടെ കേരളത്തിലും ഇന്ത്യയും ആകെ സജീവമായി നടക്കുന്നുണ്ട്. അതിലൂടെ ഈ സാംസ്കാരികമായിട്ടുള്ള പാശ്ചാത്യത്തെ ചെറുക്കുക എന്നുള്ള കടമ ഓരോ സാംസ്കാരിക പ്രവർത്തകനും ഉണ്ട് എന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തുകയാണ്. സംബന്ധിച്ചുള്ള അവിടെയാണ് നിർത്തിയത്. രവീന്ദ്രനാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മറാഠയിൽ ഈ ചിത്പാൻ ബ്രാഹ്മൺസ് എങ്ങനെയാണ് ഇന്ത്യയുടെ അധികാരങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി ഈ മതത്തെയും ജാതിയെയും എങ്ങനെ ഉൾക്കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞു കൊടുത്തത്. അപ്പൊ അത് വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങൾ നമ്മുടെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് പി.എൻ. ഗോപികൃഷ്ണൻ സ്വാതന്ത്ര്യ മഹാത്മജിയുടെ കൊലപാതകം വരെയാണെങ്കിൽ ഇത് നമ്മുടെ ഇന്ന് വരെയുള്ള ഇന്ത്യയുടെ ചരിത്രം അതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നാം മനസ്സിലാക്കി രവീന്ദ്രനാഥ പുസ്തകത്തിന്റെ എസൻസ് അതാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് നാം ഒക്കെ ചരിത്രത്തിൽ പഠിച്ചത് 1947 ആഗസ്റ്റ് 15 എന്നാണ്. ഇപ്പൊ മിനിയാന്ന് നിങ്ങൾ ഈ പറയുന്ന ഇന്ത്യയുടെ ഹിന്ദുത്വ ആശയത്തിന്റെ വക്താവ് പറഞ്ഞത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 2024 ജനുവരി മാസം 22 എന്നാണ്. നോക്കൂ, ആ ആശയത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി അവർ ഏതറ്റം വരെ പോകും എന്നുള്ളത് ഇന്ന് ഇറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ സുഭാഷ് ചന്ദ്രന്റെ വാതിൽ എന്ന് പറയുന്ന ഒരു പേജിൽ ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതെന്താണ്? അദ്ദേഹം പറയുന്നു, അദ്ദേഹം താജ്മഹൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഷാജഹാൻ മുംതാസിന് വേണ്ടി തന്റെ പ്രിയതമയ്ക്ക് വേണ്ടി വെണ്ണക്കല്ലിൽ ചേർത്ത ഒരു ലോക അത്ഭുതങ്ങളിൽ 7ാമത്തെ അത്ഭുതമാണ് താജ്മഹൽ. അത് ഉസ്താദ് അഹമ്മദ് ഈസ എന്ന് പറയുന്ന ഒരാൾ പണം ഷാജഹാന്റെ ആണെങ്കിൽ പോലും അവർ ഉദ്ദേശിക്കുന്ന ചില രക്തസാക്ഷികളാണ് അവിടെ ഉള്ളത് എന്നാണ് അത് പറഞ്ഞിട്ടുള്ളത്. മഹാത്മാഗാന്ധി ചിത്രം അവിടെയില്ല, ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രം അവിടെയില്ല. അവർ പറയുന്നത് ഇതൊരു ഇപ്പോ ഏതാനും ദിവസങ്ങൾക്കകം മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം വരികയാണ്, ജനുവരി 30. അദ്ദേഹം ഒന്നുകൂടി അതിനകത്ത് പറയുകയാണ്, ഈ ബംഗാളിന്റെയും കൽക്കത്തയും തൊട്ടപ്പുറത്താണ് നമ്മുടെ ബംഗ്ലാദേശ്. ആ ബംഗ്ലാദേശ് എപ്പോഴുണ്ടായെന്ന് നമുക്കറിയാം. 1972 യുദ്ധം തുടങ്ങി 72 ഒരു സ്വതന്ത്ര രാജ്യമായി മാറി. അവിടുത്തെ രാഷ്ട്രപിതാവായി മുജീബ് റഹ്മാൻ വന്നു. ആ മുജീബ് റഹ്മാന്റെ പിൻഗാമികൾ പിന്നീട് ഭരണം നടത്തി. ഇപ്പോൾ ഏതാനും ആഴ്ചകൾക്കും മാസങ്ങൾക്ക് മുമ്പാണ് ആ ഭരണം അവിടുന്ന് അവരുടെ ഭരണാധികാരി നാടുവിട്ട് പോവുകയും അവിടുത്തെ ഭരണഘടനയിൽ ജനാധിപത്യം, സോഷ്യലിസം, അതുപോലെ നാഷണലിസം, സെക്യുലറിസം ഈ 4 വാക്കുകളും ഉപേക്ഷിച്ച് തലസ്ഥാനമായ ഇന്ത്യയുടെ തലസ്ഥാനമായ കൽക്കത്തയിൽ അതിനേക്കാൾ മനോഹരമായ താജ്മഹലിന്റെ 2ാം സ്ഥാനത്ത് നിർത്തുന്നതിന് വേണ്ടി വിക്ടോറിയ മെമ്മോറിയൽ ദേശീയ വിഷയമാണ്. സത്യത്തിൽ ഇങ്ങനെയുള്ള നിർമ്മിതികൾ അവർ ഉണ്ടാക്കിയെടുക്കുന്നത് എത്ര കൗശലപൂർവ്വം എന്ന് ഈ പുസ്തകം. അപ്പൊ അതുകൊണ്ട് പൊളിറ്റിക്സ് ആര് കൈകാര്യം ചെയ്യണം എന്നുള്ള മൗലികമായിട്ടുള്ള ചോദ്യം ഈ രവീന്ദ്രന്റെ പുസ്തകം ഉയർത്തുന്നു എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അപ്പോൾ ചരിത്രത്തിൽ സാമ്പത്തിക RSS ആണെന്ന് വളരെ കൃത്യമായി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഈ പുസ്തകം വിശദീകരിക്കുന്നു. അപ്പോൾ ഇതാണ് പലതും നമ്മുടെ മേൽ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയം ഇങ്ങനെ ഈ ഒരു കുറ്റിപ്പുറത്ത് ഇങ്ങനെ കറങ്ങണമെന്ന് ഇപ്പോൾ ഇന്ത്യയിൽ നിശ്ചയിക്കുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളുടെ രാഷ്ട്രീയത്തെ അജണ്ടയെ നിർണ്ണയിക്കുന്നത് RSSഉം BJPയുമാണ് എന്നുള്ള ദുര്യോഗം നമുക്ക് ഈ പുസ്തകം തരുന്ന ഒരു ഉൾക്കാഴ്ചയാണ്. അപ്പൊ അത് നമുക്ക് മനസ്സിലാവുന്നത്.
നമ്മൾ നമ്മുടെ രാഷ്ട്രീയത്തെ നിർവചിക്കണം. നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമുക്ക് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകൾ വിശാലമാക്കാൻ പറ്റാത്ത പരിമിതികൾ നമ്മൾ ഉൾച്ചേർന്നിരിക്കുന്നു എന്ന പരിശോധന നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഒരു കെണിയാണ്. ആ കെണിയിൽ ഈ RSS വിരുദ്ധ ഹിന്ദുത്വ വിരുദ്ധ രാഷ്ട്രീയം അകപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആത്മപരിശോധന നടത്തണം, മാറേണ്ടവർ മാറണം. സെക്യുലറിസം എന്ന പദം മതപ്രീണനമല്ല, മതസൗഹാർദ്ദം. പല വിഭാഗങ്ങളുണ്ട് അത്ര. അത് ഇത് കൃത്യമാണ്. ഞാൻ ഒരൊറ്റ അധ്യായം മാത്രമേ അത് വായിച്ചിട്ടുള്ളൂ. ഇന്നലെ വൈകുന്നേരമാണ് എനിക്ക് ആ പുസ്തകം തന്നത്. ഇനി ഞാനിപ്പോൾ അടുത്തൊന്നും ഈ പുസ്തകം അവർ കൊടുക്കാൻ ഞാൻ പൊതുസ്ഥലത്ത് വെച്ച് തന്നെ പറയുകയാണ്. അത് മുഴുവനും വായിച്ചിട്ടേ ഞാൻ കൊടുക്കുകയുള്ളൂ എന്നുള്ളത്. അത്ര ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ്. പിന്നെ ഇവിടെ വക്കീൽ പറഞ്ഞു, പിന്നെ നമ്മുടെ മുമ്പത്തെ കലാം സാഹിബ് കലാം ഒരു വ്യാജം നിർമ്മിക്കാൻ എനിക്ക് വളരെ ബോധിച്ച ഒരു പ്രസ്താവനയാണ്. അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ശിവജിയെ കുറിച്ച് ആദ്യമേ പരശുരാമൻ അദ്ദേഹത്തിന് ശിവജിയെ കുറിച്ച് പറയുന്നത്, പിന്നെ ഞാനൊക്കെ വായിച്ച ശിവാജി വളരെ മുസ്ലിം വിരുദ്ധനും വർഗീയവാദിയുമാണ്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ രാമേശ്വരത്തിന്റെ പുസ്തകത്തിൽ അങ്ങനെയല്ല. ശിവജിയെ വംശീയമായി വികസിപ്പിച്ച ഒരാളാണ് സവർക്കർ എന്നാണ് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ബാക്കി വംശജ എല്ലാം പോക്കാണ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇതാക്കി. 11 ഈ ബ്രാഹ്മണരിൽ 11 വിഭാഗങ്ങളുണ്ട്. ഇവിടെ കല്ലുപോലും വെക്കാതെ പോയത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന. പകരം നമ്മുടെ ഇന്ന് ചുറ്റുപാട് കാണുന്ന എഴുത്തുകാരെന്ന് പറയുന്നതിനെ കുറിച്ച് എങ്ങനെയാണ് സാംസ്കാരിക പ്രവർത്തകർ വിളിക്കാൻ പോകുക എന്ന് നമുക്ക് സംശയമുണ്ട്. അതായത് ഇതൊക്കെ ഉണർത്തുന്നത് നമ്മുടെ ഈ രചിച്ച ഈ പുസ്തകത്തെ കുറിച്ചുള്ള ചർച്ച നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം സത്യം തുറന്നു പറയാനുള്ള ആർജവം ഒരു എഴുത്തുകാരൻ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആരാണ് എഴുത്തുകാരൻ എന്നതിൻ്റെ ഏറ്റവും വലിയ മറുപടി അതിലുണ്ട്. ഈ അടുത്ത് ഒരു ലേഖനം വായിക്കട്ടെ, മാതൃഭൂമി വാരാന്തരത്തിലാണ് ഈ പുതുത്താനെ കുറിച്ചാണ്. ഈ തുടക്കം വായിച്ചു കൊണ്ടുപോകുമ്പോൾ എനിക്ക് വളരെ അദ്ദേഹം പറയുന്നത് എൻ്റെ ഒരു ഇത് ചേർത്തിട്ട്. കാരണം എൻ്റെ അമ്മയുടെ മരണം വരെ കാത്തിരിക്കേണ്ടി വന്നു എനിക്ക് ഇതിനെക്കുറിച്ച് വളരെയധികം റിസർച്ച് ചെയ്തുകൊണ്ട് ഇതാണ് എന്ന്. അപ്പോൾ അതിന് തുടക്കത്തിൽ പോകുമ്പോൾ ടിപ്പുസുൽത്താൻ വളരെ അനുകൂലമായിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടുപോകുന്നത്. ഞാൻ അവസാനമാകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ലേഖനം എന്താണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ മോഹൻ ഭഗവതിൻ്റെ സംസാരം നേതാവ് നരവൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് നമ്മൾ കേൾക്കുമ്പോൾ പോകുന്നതിലാണ് ഇദ്ദേഹം ഹിന്ദു മാത്രം സ്നേഹിക്കുന്നു, ഇസ്ലാമിനെ ഇവിടുത്തെയും മുസ്ലിങ്ങളുടെയും ഒക്കെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഹിന്ദു മാത്രം സ്നേഹിക്കുന്നു എന്ന് പോകുന്നു. പല വാക്കുകളും മോഹൻ ഭാഗത്ത് പറയുന്നതായിട്ട് നമുക്ക് അടുത്തായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വെടികെട്ടിലൂടെ പോയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഈ വാരാന്തരത്തിൽ ഈ ലേഖനത്തിൽ ടിപ്പുസുൽത്താനെ കുറിച്ച് ശരിക്കും മനസ്സിലാകുന്ന അദ്ദേഹം പറഞ്ഞ് ഞാൻ വളരെ റിസർച്ച് ചെയ്തുകൊണ്ട് ചെയ്യുകയാണ്. കാരണം നമ്മൾ ഇന്ത്യയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ മനസ്സിലാവുക ആരുടെ അവശിഷ്ടങ്ങളെയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ തകർത്തിയിട്ടുള്ളത്. നിർത്തി വെച്ചിട്ട് വീണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ചിത്പാറൻകാരുടെ പുസ്തകങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, അവരെക്കുറിച്ചുള്ള പഠനങ്ങൾ, മഹാത്മാഫൂലെയെ കുറിച്ചുള്ള പഠനങ്ങൾ, പിന്നെ അതേപോലെ തന്നെ ഇതിൽ ചിലപ്പോൾ ഇയാളെ നമ്മുടെ ചിലരെ കുറിച്ച് വായിച്ചു അങ്ങനെയൊക്കെ പറയാമോ? ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയേണ്ടി വരും, തിരിച്ചു പറയേണ്ടി വരും. അതായത് അവിടുത്തെ പുതിയ പബ്ലിക് സ്കൂളിൽ താഴെ ജാതിക്കാരെ പഠിപ്പിക്കാൻ പാടില്ല, അവരുടെ കോൺട്രിബ്യൂഷൻ അവിടെ ഇല്ല എന്ന് പറഞ്ഞാണ് തിലകൻ. ഇന്ത്യയിൽ തിലകനാണ് ഇവരുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടർ. ഗാന്ധിയുടെ കടന്നുവരവ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ത്യ മറ്റൊരു സംശയം മാറുകയൊന്നുമില്ല. അപ്പം ഇതിങ്ങനെയൊക്കെ എഴുതി വന്നപ്പോൾ ഒന്ന് ഏതാണ്ട് ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഗാന്ധിയുടെ പോലെ. അപ്പോൾ ഇത്തരം വളരെ സ്വാതന്ത്ര്യ സമരം, ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നതിന്റെ മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ സമാനമായ രണ്ട് അടിയിലൂടെ ഈ വർഗീയതയും ഫാഷിസവും കൃത്യമായി. ഞാൻ ഒരു പാമ്പിന്റെ കഥ പറയുന്നത്, ഒരു പെരുമ്പാമ്പിന്റെ കഥ പറയുന്നത്, ഒരു കൃഷിക്കാരൻ. അപ്പോൾ അത് പറഞ്ഞു വരുന്നത് നമ്മൾ തിരിച്ചറിയുന്നത് ഇത് പള്ളി പൊളിക്കുമ്പോൾ മാത്രമാണ്. പള്ളി പൊളിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ എല്ലാവിധ
ധൈര്യവും നമ്മുടെ പ്രഹരശേഷിയും എല്ലാം നഷ്ടപ്പെട്ടു. പള്ളി പിടിച്ചു, അധികാരം വീണ്ടും അധികാരം കിട്ടി, അത് വീണ്ടും അധികാരം അവർക്ക് പൂർണ്ണമായ അധികാരം കിട്ടി. ഇത് ഇപ്പോഴും എന്തുകൊണ്ട് യഥാർത്ഥ ഹിന്ദു മതത്തെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ഇതൊരു ഒരുപക്ഷെ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാനല്ല, മുസ്ലിങ്ങളെ സംരക്ഷിക്കാനല്ല, ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാനല്ല. അവർ ഇത് ശരി യഥാർത്ഥ ഹിന്ദു മതത്തെ തിരിച്ചു പിടിച്ചാൽ മാത്രമേ ഈ മുസ്ലിമും ക്രിസ്ത്യാനിയും ന്യൂനപക്ഷങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ. അപ്പൊ അത് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. നമ്മൾ മുകളിലുള്ള കുറച്ച് നേതാക്കൾ മാത്രമേ ഇത് രണ്ടാണെന്ന് പറയുന്നത്. യഥാർത്ഥത്തിലുള്ളത് എന്താണ് ഫാഷൻ എന്ന് ആൾക്കാർക്കറിയില്ല, ജനങ്ങൾക്കറിയില്ല. ഉത്തരവ് മൊത്തം BJP മൊത്തം ഹിന്ദുക്കളുടെ ആൾക്കാരാണ്, നമ്മുടെ ആൾക്കാരാണ്. ഇതെന്ന് പറയുമ്പോൾ മുകളിൽ പറഞ്ഞ ഫാഷിസ്റ്റ് എന്ന് പറഞ്ഞു ആവർത്തിച്ച് പ്രയോഗിക്കുമ്പോഴും അവർ തിരിച്ചറിയാതെ പോകും. പക്ഷെ നമുക്കിപ്പോൾ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതം. പിന്നെ അതേപോലെ തന്നെ KR മൊക്കാനിയുടെ RSS ഇത്തരം പുസ്തകങ്ങൾ മാത്രം. ഈ പുസ്തകങ്ങൾ തികയാതെ വന്നപ്പോൾ ഞാൻ ഇത് സെർച്ച് ചെയ്തിട്ട് താമസം അങ്ങനെ പിന്നെ ഇതിന്റെ ഒറിജിൻ കിട്ടുന്നത് ബാധി വഴി ഉപേക്ഷിച്ച് അവിടെ നിർത്തി വെച്ചു. ഞാൻ ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിലെ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷെ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, a glow of purity.